ഹലോ, ഇന്നത്തെ വീഡിയോ ലെറ്റ്സ് മേക്ക് ചിക്കൻ ബിരിയാണി. എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ നോക്കിയാലോ. ഞങ്ങളുടെ സ്റ്റൈലാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഞങ്ങൾ ചാച്ചാട്ടോ ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ അതിനകത്തോട്ട് ചിക്കൻ മസാലയും കൂടെ കുറച്ചിട്ടിട്ട് നന്നായിട്ട് പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് മസാലേൻ്റെ കൂടെ ഇടാനുള്ള കേട്ടോ. പിന്നെ കുറേശ്ശെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കുക കേട്ടോ, നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട്. അടുത്ത പരിപാടി, ഉരുളി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തോട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നമ്മളിവിടെ ഓയിലായിട്ട് എടുത്തിട്ടുള്ള ഓയിൽ ഒഴിച്ച് അത് ഈ കശുവണ്ടി മുന്തിരി നന്നായിട്ട് വറുത്തെടുക്കണേ. നന്നായിട്ട് മുന്തിരിയും കശുവണ്ടിയും വറുത്ത് കോരി എടുക്കുക കേട്ടോ. കശുവണ്ടി കുറവായിരിക്കും, കാരണം പകുതി ഞാൻ തിന്നുകയും ചെയ്തത്, വറുത്തത് പകുതി എൻ്റെ വയറ്റിലോട്ടാണ് പോയിട്ടുള്ളത്. അടുത്തത് ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഉള്ളി നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ പുറത്തിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. ഉള്ളി വറുത്ത് കോരിയതിന് ശേഷം അടുത്തത് മസാലയ്ക്കുള്ള ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ ആയിട്ട് നമ്മളിടുന്ന ആവശ്യത്തിനുള്ള ഉള്ളി, ഇച്ചിരി ഉപ്പും കൂടെ നമ്മൾ ഉള്ളിലോട്ട് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില ഇടുക. പിന്നെ ചതച്ച് വെച്ച പച്ചമുളക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. ഏകദേശം നന്നായിട്ട് മിക്സായി വരുമ്പോൾ അതിനകത്തോട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മളിത് മസാലയൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. നേരത്തെ ചിക്കനിലെടുത്ത അതേ മസാലയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് ലേശം ബിരിയാണി മസാലയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് വഴണ്ട് വന്ന ഉള്ളി തക്കാളിയിലോട്ട് അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാല ഇടുമ്പോൾ ആദ്യം ചെറുതായിട്ട് ചെറുതായിട്ടൊരു കുഴി പോലെ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഫുള്ള് മസാല മിക്സ് ചെയ്യുക കേട്ടോ. തക്കാളിയിലൊക്കെ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം ആ സിമ്മിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പും പുതിന ഇട്ടതിന് ശേഷം ഇച്ചിരി ആവശ്യത്തിന് മാത്രം ഉപ്പ്, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ റൈസിൽ ഉപ്പിടും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുറച്ച് 2-3 ടീസ്പൂൺ തൈര്, ഒത്തിരി പുളിപ്പില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അതിനകത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് ചിക്കൻ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം 1 ഗ്ലാസ് വെള്ളം, കാരണം നമ്മളിവിടെ ചിക്കൻ വറുക്കാതെ ആട്ടോ എടുത്തേക്കുന്നത്, വറുത്തല്ല യൂസ് ചെയ്യുന്നത്. എനിക്ക് വറുക്കാതെ ഇഷ്ടം, അതുകൊണ്ട് വറുക്കാണ്ട് ആട്ടോ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവാനായിട്ട് മാറ്റി വെക്കുക. മസാല റെഡി ആയി, ഇനിയിപ്പോൾ വെന്താൽ മാത്രം മതി കേട്ടോ ചിക്കൻ. അപ്പോഴത്തേന് റൈസിനുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു കുക്കറിൽ വെള്ളം എടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ ഹോൾ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇടുക. അതിനകത്തോട്ട് നെയ്യ് ഒഴിക്കുക. പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് റൈസ് ഇടുക. പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേനും രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്